ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഒരു പെൺകുട്ടിയോടോ അല്ലെങ്കിൽ ഒരാൺകുട്ടിയോടോ ഒക്കെ ആദ്യമായിട്ട് അവരെ കണ്ട് പരിചയപ്പെടുമ്പോൾ ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കാം, ആദ്യം കാണുന്ന വ്യക്തികളോട് നിങ്ങൾ ചോദിക്കാൻ പാടില്ലാത്ത ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, വിവാഹം കഴിഞ്ഞതാണോ എന്നുള്ളൊരു ചോദ്യമാണ്. ഒട്ടുമിക്ക ആളുകളും ഒരു 20 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ പെൺകുട്ടികളോടും അതേപോലെ തന്നെ ഒരു 26-27 വയസ്സൊക്കെ ആയിട്ടുള്ള എല്ലാ ആൺകുട്ടികളോടും, പ്രത്യേകിച്ച് ജോലിയൊക്കെ കിട്ടിയവരാണെങ്കിൽ ആദ്യം തന്നെ ചോദിക്കുന്ന കാര്യമായിരിക്കും, എന്നാണ് കല്യാണം, അല്ലെങ്കിൽ ഇത്രയും പ്രായമായില്ലേ, എന്നാണ് കല്യാണം കഴിക്കാത്തത്. ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാൻ പോകുന്നത്? നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോഴത്തേക്കും പിന്നെ ഇറിറ്റേഷൻ ആയിരിക്കും. പിന്നെ എപ്പോൾ നിങ്ങളെ കണ്ടാൽ ഈ വ്യക്തികൾ ഇതായിരിക്കും ഓർക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടൊരു നെഗറ്റീവ് തോന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കാതിരിക്കുക, എസ്പെഷ്യലി കല്യാണ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കല്യാണമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങളോട് പറഞ്ഞോളൂല്ലോ. വെറുതെ ഇങ്ങനെ ചോദിച്ച് എന്തിനാണ് വെറുതെ വെറുപ്പൊക്കെ വാങ്ങിയെടുക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സോ ഇതാണ് ഫസ്റ്റ് കാര്യം. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമെന്ന് പറയുന്നത് ജോലിയുടെ കാര്യമാണ്. പ്രത്യേകിച്ച് പഠിച്ച് ഇറങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിനോടൊക്കെ തന്നെ ഒട്ടുമിക്ക എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് ഇത്രയും പഠിച്ചിട്ടും ജോലി കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജോലിക്ക് കയറാത്തത്. ഇത് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ ആയിരിക്കും അവർക്ക് ഉണ്ടാക്കുക. കാരണം അവർ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയൊക്കെ ആയിരിക്കും. പിന്നെ നിങ്ങളായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യമായിരിക്കും തോന്നുക. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇങ്ങനെ നുഴഞ്ഞു കയറാതിരിക്കുക. സോ ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമെന്ന് പറയുന്നത്, ഇത് എസ്പെഷ്യലി ഇങ്ങനെ കല്യാണം കഴിഞ്ഞവരോട് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചോദിക്കും, എന്താണ് കല്യാണം കഴിക്കാത്തത്, ഇത്രയും പ്രായമായില്ലേ എന്നൊക്കെ ചോദിക്കും. അതേപോലെ തന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുട്ടികളൊന്നും ആയില്ലേ എന്നുള്ളത്. കല്യാണം കഴിഞ്ഞു ഇത്രയും വർഷമായി, അല്ലെങ്കിൽ ഇത്രയും പ്രായം കൂടി വരികയാണ്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളാവാത്തത്? എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒക്കെ നമ്പർ ഞാൻ വേണമെങ്കിൽ തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉപദേശിക്കുന്നവരും ഉണ്ട്. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുക. കുട്ടികൾ വേണോ വേണ്ടയോ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തന്നെ പിന്നെ ദേഷ്യമായിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാതിരിക്കുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമതായിട്ട് നിങ്ങൾ ഒരു വ്യക്തിയോട് ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമെന്ന് പറയുന്നത് അവരുടെ വരുമാനമാണ്. അതായത് ജോലിയൊക്കെ കിട്ടിയില്ലോ, ഇത്രയും നാളും ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞിട്ടായിരുന്നു ഈ വ്യക്തികൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇനി ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോഴത്തേക്കും സാലറി ഉണ്ടോ, എത്ര രൂപ കിട്ടും, പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് എത്ര അക്കൗണ്ടിൽ കയറും, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയുണ്ട് വരുമാനം, ബാങ്ക് ബാലൻസ് എത്രയാണ്, ഇപ്പോൾ കച്ചവടം അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ലാഭമാണോ നഷ്ടമാണോ, എത്ര പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, നഷ്ടം ഉണ്ടാകുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരും ഉണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും എന്നല്ല, ഇങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബാക്കിയുള്ളവരോട് ചോദിക്കാതിരിക്കുക. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവർക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇനി അഞ്ചാമതായിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരോട് ചോദിക്കാൻ പാടില്ലാത്തൊരു കാര്യമെന്ന് പറയുന്നത് ഫാമിലി പ്രോബ്ലംസ് ആണ്. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ബാക്കിയുള്ളവരുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്നിട്ട് ചോദിക്കുകയും ചെയ്യും, നിന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ഇവരൊക്കെ പിണങ്ങിപ്പോയല്ലേ, എന്താണ് ഈ പിണങ്ങിപ്പോയ വ്യക്തിയൊക്കെ ഇനി തിരികെ വരുമോ, ഇവരിപ്പോൾ എന്താണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുമുണ്ട്. വെറുതെ ഇതൊക്കെ ചോദിച്ചിട്ട് സ്വയം ഇങ്ങനെ അപമാനിക്കപ്പെടാതിരിക്കുക. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കാതിരിക്കുക. ഇതാണ് അഞ്ചാമത്തെ ഒരു കാര്യം. ഇനി ആറാമതായിട്ട് ചിലർ ചോദിക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട്. അതായത് ഇപ്പം കല്യാണം അല്ലെങ്കിൽ വെഡിങ് ഒക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവരോട് ചോദിക്കും, വൈഫ് എങ്ങനെയുണ്ട്, പാവമാണോ, പുറമേ കേട്ടത് ഇച്ചിരി ഭയങ്കര സാധനമാണെന്നൊക്കെയാണ് കേട്ടത്. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കും, ഹസ്ബൻഡ് എങ്ങനെയുണ്ട്, മദ്യപാനമൊക്കെ ഉണ്ട് എന്നാണ് കേട്ടത്, വീട്ടിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇങ്ങനെ അവരുടെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ ചെകഞ്ഞിട്ട് ചോദിക്കുന്ന ആളുകളുമുണ്ട്.
നിങ്ങൾ ഒരിക്കലും ഒരാളോട് പരിചയപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ പോലും ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അവരോട് ചോദിക്കാതിരിക്കുക. നിങ്ങളായിട്ട് വെറുതെ എന്തിനാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യങ്ങളൊന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. സോ ഈ പറഞ്ഞിട്ടുള്ള 6 കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുന്നവരാണെങ്കിൽ ഓർത്തോ, നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്ന ഒരിക്കലും ആ വ്യക്തികൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമേ അല്ല. അവർക്ക് നിങ്ങളോട് നല്ല ഇറിറ്റേഷൻ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.